إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. ഏറെ പ്രിയങ്കരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ചും തഖ്വയുള്ളവരായും മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഏകദേശം 30,000 കോടി ഗാലക്സികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓരോ ഗാലക്സിയിലും 10,000 കോടി നക്ഷത്രങ്ങളുമുണ്ട്. നക്ഷത്രങ്ങളെ വലം വെക്കുന്ന നിരവധി ഗ്രഹങ്ങളുമുണ്ട്. ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെയൊക്കെ ഉപഗ്രഹങ്ങളുമുണ്ട്. ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നും അതിൽ നമ്മെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള അത്ഭുതങ്ങളുണ്ട് എന്നും നിരവധി പ്രകാശമണ്ഡലങ്ങളുണ്ട് എന്നും പ്രത്യേകമായ ഉൽക്കകളൊക്കെ ഗ്രഹങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു എന്നുമൊക്കെ നമ്മൾ ശാസ്ത്രത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ മഹാപ്രപഞ്ചത്തിലെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന എണ്ണിയാലൊടുങ്ങാത്ത മഹാപ്രതിഭാസങ്ങൾക്ക്, അതിൻ്റെ വാർത്തകൾക്കും കാഴ്ചകൾക്കുമൊക്കെ നമ്മൾ നിത്യേന സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിശാലമായ ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ ഒരു ഗോളം, ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ തന്നെ 20 ലക്ഷത്തിലധികം വരുന്ന ജീവിവർഗങ്ങൾക്കിടയിൽ ഒരു ജീവിവർഗമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 20 ലക്ഷത്തിലധികം വരുന്ന ജീവിവർഗങ്ങൾക്കിടയിൽ
ഏറ്റവും ശ്രേഷ്ഠരാക്കി മാറ്റി എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് തയ്യിബാത്ത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. ഖുർആൻ നമുക്ക് അത് പറഞ്ഞു തരുന്നുണ്ട്. ആദമിന്റെ മക്കളെ, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ്. എന്നിട്ട് അവർക്ക് പലതരത്തിലുള്ള പ്രത്യേകമായ ശേഷികൾ കൊടുത്തു, കഴിവുകൾ കൊടുത്തു. കടലിലും കരയിലും നാം അവരെ വാഹനത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രാപ്തരാക്കിയെടുത്തു. മാത്രവുമല്ല, മനുഷ്യന്റെ ഓരോ കുഞ്ഞ് ഇവിടെ സൃഷ്ടിക്കപ്പെടുമ്പോഴും പിറന്നു വീഴുമ്പോഴും അവനാവശ്യമായ വിശിഷ്ട വസ്തുക്കളെ അവൻ ആഹരിക്കാൻ പാകത്തിൽ റിസ്ക് തയ്യാറാക്കി വെച്ചു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. മറ്റുള്ള സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെക്കാളും അവർക്ക് നാം സവിശേഷമായ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു എന്ന് ഖുർആൻ 17-ാം അധ്യായം 70-ാമത്തെ ആയത്തിൽ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തെ തന്നെ നമ്മൾ ഒന്ന് ചർച്ചക്കെടുക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടുത്തും. വേണ്ട, അതിൻ്റെ വിശാലത, അതിൻ്റെ പ്രതിഭാസങ്ങളെ, അതിൻ്റെ അത്ഭുതങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ നമ്മുടെ തലച്ചോറ് പാകമാകുന്നില്ല എങ്കിൽ മിനിമം നമ്മൾ ഒരു മനുഷ്യനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. മനുഷ്യനെ കുറിച്ച് പഠിച്ചാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ നിലക്കാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കാൻ മെനക്കെട്ടാൽ മെഡിക്കൽ സയൻസ് എത്രത്തോളം അത് വിപുലപ്പെട്ടു എന്ന് നമുക്കറിയാം. പണ്ടെല്ലാം മനുഷ്യന്റെ ഒരു ശരീരത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു ഡോക്ടർ മതിയായിരുന്നു. ഇന്ന് മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ പോയിന്റുകളെ കുറിച്ചും പ്രത്യേകം വിജ്ഞാന ശാഖകൾ രൂപപ്പെട്ടു വരുന്നു എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് പഠിച്ചാൽ ആർക്കാണ് അതിൻ്റെ ഒരു കൃത്യമായ ഉത്തരം കൊടുക്കാൻ കഴിയുക? മനസ്സ് എവിടെയാണ് എന്ന ചർച്ച ഇന്നും വളരെ പ്രസക്തമായി നിലനിൽക്കുന്നു. പലരും പറഞ്ഞു ഖൽബ് അത് മനുഷ്യന്റെ നെഞ്ചിനുള്ളിലാണ്, ചിലർ പറഞ്ഞു അത് തലച്ചോറിനുള്ളിലാണ്. എന്നും അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധിയെപ്പറ്റി മാത്രം പഠിക്കാൻ മെനക്കെട്ടാൽ നമ്മൾക്ക് ഉത്തരം കിട്ടാത്ത എത്രയോ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. മനുഷ്യന്റെ ജീവൻ എന്നത് തന്നെ വലിയ ചർച്ചയാണ്. എവിടെ നിന്നാണ് മനുഷ്യന്റെ ജീവൻ രൂപപ്പെടുന്നത്? എവിടേക്കാണ് അവന്റെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റൂഹിനെ കുറിച്ച് വലിയ ചർച്ചകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ആത്മാവിനെ പറ്റി, ആത്മാവ് നശിക്കുന്നില്ല എന്ന് ഇസ്ലാമും മതങ്ങളും പഠിപ്പിക്കുന്നു. എന്നാൽ ആത്മാവ് നശിക്കുന്നു എന്ന് പറയുന്നവർക്ക് എന്താണ് ഈ ആത്മാവിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യൻ തന്നെ വലിയ അത്ഭുതമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഖുർആൻ പറഞ്ഞു, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏറ്റവും സവിശേഷമായും മനോഹരമായും ഏറ്റവും ഉത്കൃഷ്ടമായുമാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യന് കഴിവ് നൽകപ്പെട്ടു, ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി നൽകി. ഈ ബുദ്ധിശക്തി കൊണ്ട് ആ മനുഷ്യർക്ക് മനഃശക്തി കിട്ടുന്നു. അതുപോലെ തന്നെ ദൈക്ഷണികമായി വളർന്നും പഠിച്ചും ഉയർന്നുമൊക്കെ മുന്നോട്ട് പോകാൻ ആവശ്യമായ കരുത്തും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ബുദ്ധിശക്തിയിലൂടെ മനുഷ്യന് നൽകുന്നു എന്നാണ്. ഇങ്ങനെ നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിവർഗങ്ങൾക്കിടയിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ നമ്മിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കുറവുകളെ പറ്റി മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് കിട്ടാത്തതിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. പലപ്പോഴും നമുക്കത് കഴിയുന്നില്ലല്ലോ, ഇത് കഴിയുന്നില്ലല്ലോ, അത് കിട്ടിയില്ലല്ലോ എന്നാണ് നമ്മുടെ സങ്കടം. പക്ഷേ നമ്മൾ മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ ജീവൻ, നമ്മുടെ ആത്മാവൊക്കെ എത്രമാത്രം വിലപ്പെട്ടതും മഹത്തരവുമായ ഒരു സൃഷ്ടിപ്പിന്റെ ഭാഗമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈ മഹാപ്രപഞ്ചം നോക്കൂ, ഒരു ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത് അത് പടിപടിയായി വളർത്തിയെടുത്ത് അത് പരിപാലിക്കുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനെ കുറിച്ച് മനുഷ്യർ നമ്മൾ ആലോചിക്കേണ്ടതില്ല. ഒരു സൃഷ്ടാവിനെ കുറിച്ച് മനുഷ്യൻ ആലോചിക്കുക. അതിനുകൂടിയുള്ള ബുദ്ധിയാണ് അള്ളാഹു നമുക്ക് നൽകിയത്. അർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തെ ഒക്കെ കണ്ണോടിച്ച് മനസ്സിലാക്കിയിട്ട് ഒരാൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല.
ഈ പ്രപഞ്ചത്തിനൊരു ദൈവമുണ്ട്, ഒരു പടച്ചോനുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരാളുടെ ബുദ്ധിശക്തി കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ അയാളുടെ ബുദ്ധിശക്തിയെ പറ്റി നമ്മൾ എന്താണ് വിലയിരുത്തുക? ബുദ്ധിയുണ്ട് എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പല ബുദ്ധിമാന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ, നല്ല ബുദ്ധിശക്തിയുണ്ട് എന്ന് അവകാശപ്പെടുന്നവർ, അയാൾ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനാണ് എന്നൊക്കെ പറയുന്ന വക്താക്കൾക്ക് ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളിലൂടെ കണ്ണോടിച്ചു നോക്കിയിട്ടും ഒരു ദൈവത്തിന്റെ പടച്ചോന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്ത് ബുദ്ധിയാണ് അയാൾക്കുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. പരിമിതമായ നമ്മുടെയൊക്കെ ബുദ്ധി കൊണ്ട് തന്നെ നമുക്കിത് ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിപ്പുകൾ എന്ന് പറയുന്നത്. മനുഷ്യന്റെ സൃഷ്ടിപ്പൊക്കെ പ്രത്യേകിച്ചും ഖുർആൻ പറഞ്ഞു, മനുഷ്യർക്ക് നൽകുന്ന വിജ്ഞാനത്തെ പറ്റി, അറിവിനെ പറ്റിയൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. യുത്തിൽ ഹിക്മത മയ്യശാ, അല്ലാഹു ചിലർക്ക് ഹിക്മത്ത് നൽകുന്നു, വിജ്ഞാനം നൽകുന്നു എന്നാണ്. ഏതൊരാൾക്ക് അല്ലാഹു വിജ്ഞാനം നൽകപ്പെടുന്നുവോ അവന് ധാരാളം നന്മകൾ അല്ലാഹു നൽകപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. അല്ലാഹുവിന്റെ ചില നിഅമത്തുകളിൽ പെട്ടതാണ് ഈ അറിവും ജ്ഞാനവും എന്നൊക്കെ പറയുന്നത്. അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ മറന്നുപോയാൽ, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാതെ പോയാൽ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കാതെ പോയാൽ നമ്മൾ ബുദ്ധിയുള്ളവരായി കണക്കാക്കപ്പെടുമോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അള്ളാഹു പറയുന്നു, നല്ല സൽബുദ്ധിയുള്ളവരല്ലാതെ ഗൗരവത്തിൽ കാര്യങ്ങളൊന്നും ആലോചിക്കുന്നില്ല എന്നാണ്. അപ്പൊ പലർക്കും ബുദ്ധിയുണ്ട്, പക്ഷേ ഒരു നേരായ ഒരു ആലോചന, നേരായി കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി, കാര്യങ്ങളെ ഗൗരവത്തിൽ ആലോചിച്ച് പഠിക്കാനുള്ള ഒരു മനഃശക്തി, ഒരു ബുദ്ധിശക്തി അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല എന്നാണ്. അല്ലാഹുവിന്റെ ഒരു ഹിദായത്ത് കൂടിയാണ്. ഖുർആൻ ലുബ് എന്നാണ് ബുദ്ധിയെ വിശേഷിപ്പിക്കുന്നത്. അറബി ലുബ് എന്ന വാക്കുകൊണ്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ മറ്റൊരു പദമാണ് അൽബാബ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് രൂപപ്പെട്ട പദമാണ് അൽബാബ്. ഖുർആൻ പലയിടത്തും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നില്ലേ? ഗൗരവത്തിൽ സൽബുദ്ധിയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഈ ലുബ് എന്ന് പറഞ്ഞാൽ ഖുർആൻ വിശേഷിപ്പിക്കുന്ന ലുബിന്റെ പ്രത്യേകത എന്താണ്? കേവലം ബുദ്ധിശക്തി, ബുദ്ധിമാന്മാർ, ബുദ്ധിശാലി എന്ന അർത്ഥത്തിലല്ല. ഒരിക്കലും ഊഹത്താൽ ഒരു കലർപ്പ് കലരാത്ത ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല യഥാർത്ഥത്തിൽ ആ ബുദ്ധി എന്ന് പറയുന്നത്. മാത്രമല്ല ആ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളുടെയും ചായ്വുണ്ടാവുകയില്ല എന്നാണ്. അപ്പൊ വ്യക്തിപരമായ ഒരു താല്പര്യത്തിന്റെ പേരിൽ ഒരു തീരുമാനമെടുക്കുന്നതിന്റെ ഒരു ബുദ്ധിശക്തിയെ കുറിച്ചല്ല പറയുന്നത്. അതുപോലെ തന്നെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ, കേവലം നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചുമല്ല ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തികച്ചും ശുദ്ധമായ നേരായ ഒരു ബുദ്ധിശക്തിയെക്കുറിച്ചും ബുദ്ധിയെക്കുറിച്ചുമാണ് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേവലം ബുദ്ധിമാന്മാർ, ബുദ്ധിശാലികൾ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളുടെ മുകളിലാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ ബുദ്ധി എന്ന് പറയുന്നത്. നമ്മുടെ നേരായ ജ്ഞാനത്തെ, നേരായ അറിവിനെ, നേരായ പഠനത്തെ, നേരായ നിരീക്ഷണങ്ങളെ, നേരായ ഒരു ആലോചനയെ കുറിച്ച് വല്ലതുമാണ് ദീനി ലുബ്ബ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഖുർആൻ പറഞ്ഞു, അല്ലദീന യസ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. മനുഷ്യരെ കുറിച്ച് പറയാണ്. എന്താണ് അവന്റെ പ്രത്യേകത? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. മനുഷ്യൻ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവർ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് അവസ്ഥകളല്ലാത്ത ഏതെങ്കിലും ഒരു അവസ്ഥ ഉണ്ടോ? നമ്മളൊന്നിക്ക് നിൽക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കിടക്കുകയായിരിക്കും. ഈ മൂന്ന് അവസ്ഥകളിലല്ലാതെ മനുഷ്യരില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എല്ലാ സന്ദർഭങ്ങളിലും, മനുഷ്യന്റെ എല്ലാ സമയങ്ങളിലും അവൻ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിലാണ് അവൻ ജീവിക്കേണ്ടത് എന്നാണ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയുള്ളതാകണം, ഹലാലായതാകണം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഹറാമില്ലാത്തതാകണം. അള്ളാഹുവിനെ ഓർമ്മയുള്ളവർക്ക് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ്. അതോടൊപ്പം തന്നെ ഖുർആന്റെ അയാളുടെ പ്രത്യേകത എന്താണ്? ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റി അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആകാശം എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുന്നത്? തൂണുകളൊന്നുമില്ലാതെ നിൽക്കുന്നു. ഈ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ നമ്മൾ ഇതിനെ അനുഭവിക്കുന്നത് പരന്ന് വിശാലമായ രൂപത്തിലാണ്. ഈ ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുന്നു.
സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഈ ഭൂമിയിലെ പലതും വികസിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ഇത് പക്ഷേ സമാധാനപരമായി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന രൂപത്തിൽ, ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ, നമുക്ക് ജീവിതത്തിന് സൗകര്യപ്പെടുന്ന രൂപത്തിലൊക്കെ ഇതിനനുഭവിക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു ആക്കി തീർത്തിരിക്കുന്നു. ആലോചിക്കാൻ പറയാണ്, മനുഷ്യരെ നിങ്ങൾ ഇതൊന്നും ആലോചിക്കുന്നില്ലേ? നിങ്ങൾ അള്ളാനെ കേവലം ദിക്ർ ചൊല്ലി നടന്നാ പോരാ എന്നാണ് പറയുന്നത്. ദിക്ർ മോശമായിട്ട് പറഞ്ഞതല്ല, ദിക്റിലൂടെ മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണോടിച്ച് അള്ളാഹുവിന്റെ കുദറത്തിനെ കുറിച്ച്, ആ ജലാലിയത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ മഹത്വത്തെ പറ്റി നിങ്ങൾ ശരിക്കും ബോധ്യപ്പെടണമെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ബോധ്യപ്പെടുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, റബ്ബന, പടച്ചോനെ, മാ ഖലഖത ഹാദാ ബാത്തില, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല പടച്ചോനെ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. ഫഖിന അദാബന്നാർ, പടച്ചോനെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ എന്ന് വിനയത്തോടു കൂടി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ മനുഷ്യരെ കുറിച്ച്, ബുദ്ധിയുള്ളവരെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ നിൽപ്പിലും കിടപ്പിലും ഇരിപ്പിലും അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ടോ? അല്ല, ഓർമ്മകളിൽ തന്നെയാണ്, ദിക്റുകളിലും അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളൊക്കെ ബോധ്യപ്പെട്ട് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായാണോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഹലാലുകളിലൂടെയാണോ നമ്മൾ നടന്നു പോകുന്നത്? ഹറാമുകളിൽ നമ്മൾ വീണു പോകുന്നുണ്ടോ? ഹറാമുകൾ നമ്മളെ മാടി വിളിക്കുമ്പോ ഇല്ല എന്ന് തിരിച്ചു പറയാനുള്ള ഒരു ഈമാനിന്റെ ശക്തി പടച്ചവനെ ബോധ്യപ്പെട്ടവർക്കുണ്ടാകുമെന്നാണ്, യഥാർത്ഥ ബുദ്ധിശാലികൾക്കുണ്ടാകുമെന്നാണ്. നമുക്കതിന് സാധിക്കുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കുക. പലരും ദൈവത്തെ നിഷേധിക്കുന്നു. ബുദ്ധിമാന്മാർ, ബുദ്ധിശാലികൾ എന്ന് പല മേഖലകളിൽ വിശേഷിപ്പിക്കപ്പെട്ടവർക്ക് ദൈവത്തെ മനസ്സിലാകാതെ പോകുന്നു. ഖുർആൻ വിശേഷിപ്പിച്ച ലുബ് എന്ന് പറഞ്ഞ അവസ്ഥ എന്ന് പറയുന്നത്, ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത് ആരാണ്? ദൈവത്തെ, പടച്ചോനെ മനസ്സിലാക്കാൻ ബുദ്ധിശക്തി ഉള്ളവരെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. നിഷേധികൾ പോലും ഇപ്പോ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആദ്യകാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദീനിൽ ഉൾപ്പെട്ട ആളുകൾ ഇതൊന്നും പോരാ എന്ന് പറഞ്ഞ് ദീൻ ഉപേക്ഷിച്ചു പോകുന്നത്. ദീനുൽ ഇസ്ലാം അത്ര വലിയ മതമൊന്നുമല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോകുന്നവർ, ഇതിൽ ആവശ്യമായ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദീൻ ഉപേക്ഷിച്ചു പോകുന്നവർ, ദീനിൽ പറഞ്ഞ ആരാധനാ കർമ്മങ്ങൾ, അതിന്റെ വിധിവിലക്കുകൾ ഇതൊന്നും ശാസ്ത്രീയമല്ല, ഈ പുരോഗമന കാലത്തിന് പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞ് ദീൻ വലിച്ചെറിഞ്ഞു പോവുകയാണ്. ദീനിന്റെ ചിഹ്നങ്ങൾ വലിച്ചെറിഞ്ഞു പോവുകയാണ്. ദീൻ ഇല്ല എന്ന് പറഞ്ഞ, ദൈവമില്ലെന്ന് പറഞ്ഞ ആദ്യകാലത്തെ ആളുകൾക്ക് തന്നെ മാനസാന്തരം വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ദർ ഈസ് നോ ഗോഡ്, ഒരിക്കലും ഈ പ്രപഞ്ചത്തിന് ദൈവമില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളുടെ മുദ്രാവാക്യങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ പറയുന്നത് ദർ ഈസ് പ്രോബബ്ലി നോ ഗോഡ്, ദൈവമില്ലാതിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്ന ഒരു അർത്ഥത്തിലേക്ക് അവർ വഴിമാറിയിരിക്കുന്നു. അപ്പോഴാണ് നമ്മളിൽ യഥാർത്ഥത്തിൽ പടച്ചോനെയും അള്ളാഹുവിനെയൊക്കെ ബോധ്യപ്പെട്ട് ഹിദായത്തിന്റെ വഴികളിൽ പിറന്നു വീണവർ, ഇതിനെ ബോധ്യപ്പെടാൻ അവസരം കിട്ടിയവർ ഇത് ഉപേക്ഷിച്ചു പോകുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കെണികളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വീണുപോകരുത്. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നതിന് മുഅ്മിനീങ്ങൾക്ക് ഉത്തരമുണ്ട്. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നതിന് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഉത്തരമുണ്ട്. നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന ഒരു പുസ്തകം എങ്ങനെ പുസ്തകമായി എന്നതിന് നമുക്ക് ഉത്തരമുണ്ട്. അതൊരാൾ എഴുത്തുണ്ടാക്കുന്നു, അതിൽ ചിന്തകളുണ്ട്, പലതരം ആശയങ്ങളുണ്ട്. അങ്ങനെ ചേർത്ത് വെച്ചത് പുസ്തകമായതിന്റെ ഒരു കാരണം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. നമ്മുടെ മുമ്പിലുള്ള മേശയും കസേരയും ഒക്കെ എങ്ങനെ ഉണ്ടായി എന്നതിന് മുഅ്മിന് ഉത്തരമുണ്ട്. അതെങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിന് ഉത്തരമുണ്ട്. നമ്മൾ അണിയുന്ന വസ്ത്രം എങ്ങനെയാണ് വസ്ത്രമായി മാറിയത് എന്നതിന് മുഅ്മിനീങ്ങളായ നമുക്ക് ഉത്തരങ്ങളുണ്ട്. ഒരു അരിമണി എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമുക്ക് ഉത്തരമുണ്ട്. ഒരു മണൽത്തരി എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിന് മുഅ്മിനീകളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉത്തരമുണ്ട്. ഉത്തരമുണ്ടാവുന്നത് എങ്ങനെയാണ്? ഖുർആൻ പറഞ്ഞു, ഈ ലുബ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്, അവന് ബുദ്ധി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവനത് മനസ്സിലാക്കുന്നത് എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആകാശങ്ങളിലേക്ക്, ഭൂമിയിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചു നോക്കൂ, നിങ്ങൾക്ക് പടച്ചവനെ ബോധ്യപ്പെടുമെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ സൂര്യനിലേക്ക്, ചന്ദ്രനിലേക്ക്, അതിന്റെ ചലനത്തിലേക്ക്, അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ, നിങ്ങൾക്ക് അല്ലാഹുവിനെ ബോധ്യപ്പെടുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ രാവും പകലും മാറി മാറി വരുന്നതിനെ അനുഭവിക്കുന്നുണ്ട്. രാത്രിയും പകലും നിങ്ങൾക്ക് മുമ്പിൽ
കണ്ണിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക. നിങ്ങൾക്ക് അള്ളാഹുവിനെ ബോധ്യപ്പെടുമെന്ന്, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ ബോധ്യപ്പെടുമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതിന് നിങ്ങളുടെ ബുദ്ധി ലുബ് ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. അത് മനുഷ്യർ പറയും, കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നില്ല, കൂടുതൽ ആളുകൾ അത് തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു, കൂടുതൽ ആളുകൾ ഈ ഭൂമി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് ഒരു സ്വാതന്ത്ര്യത്തിന്റെ പരിധിയില്ലാതെ ആസ്വദിക്കാൻ കഴിയുന്നു, ഒരു തടസ്സവും അവർക്ക് മുമ്പിലില്ല. കാലം മാറുന്നതിനനുസരിച്ച് ദീനക്ക് ഉപേക്ഷിച്ച് ദീനിന്റെ വക്താക്കൾ അങ്ങനെ പറന്നുല്ലസിച്ച് ജീവിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഖുർആൻ പറഞ്ഞു, ഖുൽ, നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, മുഅ്മിനീങ്ങളോട് പറഞ്ഞു കൊടുക്കുക, വിശ്വാസത്തിന്റെ വിഷയത്തിൽ ചാഞ്ചല്യം വരുന്ന മനുഷ്യരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇത്തരം അബദ്ധസഞ്ചാരത്തിന്റെ രാസലഹരിയുടെ പലതരത്തിലുള്ള ആസ്വാദനങ്ങളുടെ മേഖലകളിൽ ജീവിതം ഹോമിക്കപ്പെട്ടവരുടെ കിഞ്ചന വർത്തമാനങ്ങളിൽ പെട്ടുപോകുന്ന മനുഷ്യരോട് പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കുക. ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ്, ഒരിക്കലും നല്ലതും ചീത്തയും സമമാവുകയില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ പറയാണ്. വലൗ അഅജബുക കസറത്തുൽ ഖബീസ്, ധാരാളം തിന്മകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആളുകൾ പറയാണ്, കുറെ ആൾക്കാർ ഈ തിന്മയുടെ പുറകിലാണല്ലോ, കുറെ ആൾക്കാർ അതിന്റെ പുറകിലാണല്ലോ, അപ്പൊ കുറെ ആൾക്കാരുള്ളത് കൊണ്ട് അതായിരിക്കും ശരിയെന്ന് വിവരം കുറഞ്ഞവർ ചിന്തിക്കുമെന്ന് ഖുർആൻ പഠിപ്പിക്കാൻ. നിങ്ങൾ ബുദ്ധി കൊടുത്ത് ശരിക്കും ആലോചിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ ആൾക്കൂട്ടത്തെ ശരിയാണ് എന്ന് ധരിച്ച് അതിന്റെ പുറകിൽ പോകുമെന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. ബുദ്ധിയുള്ളവരോട് നിങ്ങൾ അങ്ങനെയല്ല പോകേണ്ടത്. ആൾക്കൂട്ടത്തെ നോക്കിയല്ല, ആരവങ്ങൾ കണ്ടിട്ടല്ല, നിങ്ങൾ കാര്യങ്ങളെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി പോവുക എന്ന് ഖുർആൻ പറയുന്നു. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ എന്ന് ഖുർആൻ വിളിക്കുകയാണ്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിലേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ദുഷിച്ചതും നല്ലതും സമമാവുമെന്ന് നമ്മൾ വിചാരിക്കരുത്. മുസ്ലിങ്ങൾ ധാരാളം ദീൻ വിടുന്നു, അതുകൊണ്ട് ദീൻ വിടുന്നവരുടെ വഴിയൊക്കെ നല്ലതാവുമോ? കുറെ ആൾക്കാർ ദീൻ ഉപേക്ഷിച്ചു പോയി, ഓരോ ആൾക്കൂട്ടാണ് കൂടുതലുള്ളത് എന്നതുകൊണ്ട് ദീൻ ഉപേക്ഷിച്ചു പോകുന്ന വഴി നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. മുസ്ലിങ്ങളിൽ ധാരാളം പേർ ദീൻ പറഞ്ഞു ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ദീൻ പറഞ്ഞു ഒന്നും ചെയ്യാതിരിക്കലാണ് ശരിയെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. ധാരാളം പേർ ഒന്നും ചെയ്യുന്നില്ല എന്നതുകൊണ്ട് അതാണോ നല്ല വഴി എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണോ? ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്. നാട്ടിൽ ധാരാളം പേർ കള്ളുകുടിക്കുന്നവരാണ് കൂടുതൽ എങ്കിൽ അത് ശരിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നാട്ടിൽ ധാരാളം പേർ തമ്മാടിത്തരം ചെയ്യുന്നു, തോന്നിവാസം ചെയ്യുന്നു, അതാണ് കൂടുതൽ ആളുകൾ ചെയ്യുന്നത് എന്നതുകൊണ്ട് ശരിയാകുമോ എന്ന് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നവരുണ്ട്, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ നാട്ടിൽ പെരുകി വരുന്നു, അവരുടെ എണ്ണം കൂടുന്നു എന്നതുകൊണ്ട് അവരൊക്കെ ചെയ്യുന്നത് ശരിയാവുമോ എന്ന് ഖുർആൻ ബുദ്ധി കൊടുത്ത് ആലോചിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മളോട് പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുക എന്നത് ഒരു മഹാഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. പലർക്കും ആ ഹിദായത്ത് ലഭിച്ചിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ ഹിദായത്ത് ലഭിച്ചു, അവിടുത്തെ കുടുംബത്തിന് ലഭിച്ചു. പക്ഷേ അവരുടെ പിതാവിന് ആ മഹാ സൗഭാഗ്യം ലഭിച്ചിട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ആ ഹിദായത്ത് ലഭിക്കാതെ പോയ ഒരു ദൗർഭാഗ്യവാനാണ്. ഖുർആൻ അങ്ങനെ പലരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്കിടയിൽ തന്നെ എത്രയോ മനുഷ്യർക്ക് പല സൗകര്യങ്ങളും കിട്ടി, ബുദ്ധിശക്തി കിട്ടി, അറിവ് കിട്ടി, നല്ല ജോലി കിട്ടി, സമ്പാദ്യം കിട്ടി, നല്ല സൗകര്യങ്ങൾ കിട്ടി. പക്ഷേ ഹിദായത്ത് കിട്ടാതെ പോയ എത്രയോ മനുഷ്യരുണ്ട്. നമ്മൾ ഇതിന്റെ വലിപ്പം ശരിക്ക് ബോധ്യപ്പെടേണ്ടവരാണ് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹുവിനെ ബോധ്യപ്പെട്ട നമ്മൾ എന്തുകൊണ്ടാണ് ആ അള്ളാഹുവിന്റെ വഴിയിൽ ജീവിതം ചിട്ടപ്പെടുത്താനുള്ള ബുദ്ധി കാണിക്കാത്തത് എന്നതാണ് നമ്മളെ പറ്റി നമുക്ക് ആലോചിക്കാനുണ്ടാകുക. അള്ളാഹിനൊക്കെ ബോധ്യപ്പെട്ടു, ഹിദായത്തിന്റെ ആ ഒരു നിഅമത്ത് അല്ലാഹ് തന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് അള്ളാഹ് പഠിപ്പിച്ച മാർഗത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു ബുദ്ധി നമ്മൾ കാണിക്കാത്തത് എന്ന് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. എന്തുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിച്ച കാര്യങ്ങളിലേക്ക് പൂർണ്ണമായി നമുക്ക് മടങ്ങാൻ കഴിയാത്തത് എന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയദ്ദക്കറ ഉലുൽ അൽബാബ്. ഈ ഗ്രന്ഥം തന്നെ അവതരിപ്പിക്കപ്പെട്ടത് റഹ്മത്തായിട്ടാണ്, കാരുണ്യമായി, അനുഗ്രഹീതമായിട്ടാണ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ പറഞ്ഞ ദൃഷ്ടാന്തങ്ങളെ ബോധ്യപ്പെട്ട് ബുദ്ധിമാന്മാർ കൂടുതൽ ഉത്ബുദ്ധരാകുന്നതിന് വേണ്ടിയാണ് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്നതാണ്. എത്രയെത്ര ആളുകളാണ് ദീനിന്റെ വഴികളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 2025 മാത്രം
2025 മാത്രം ദുബായ് എന്ന പ്രദേശത്ത് മാത്രം 1600 പേരാണ് ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടത് എന്നത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അത്രമാത്രം ആളുകൾ ഇതിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ദീനിന്റെ വളർച്ചകൾ കണ്ടാണ് ഇസ്ലാമിനെതിരെയുള്ള അതിഗംഭീരമായ ശത്രുതയോടുകൂടി ഇസ്ലാമിക് ഫോബിയ ഇവിടെ പടർന്ന് പന്തലിക്കുന്നത്. നമ്മൾ ഇതിന്റെ കണികളിൽ വിട്ടുപോകാതെ കാര്യങ്ങൾ വസ്തുതാപരമായി പഠിച്ചാൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഈ ഏറ്റവും കൂടുതൽ വളരുന്ന ഈ ദീനിനെ കുറിച്ച് നമുക്ക് അഭിമാനം ഉണ്ടാവും. നമുക്ക് ഹിദായത്ത് കിട്ടിയതിന്റെ പേരിൽ നമുക്ക് അഭിമാനമുണ്ടാവും. അള്ളാഹ് പറഞ്ഞ പ്രകാരം ജീവിക്കുമ്പോൾ നമുക്ക് അന്തസ്സും അഭിമാനവും ഉണ്ടാവും. ആർക്കാണ് അന്തസ്സും അഭിമാനമുള്ളത്? വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അള്ളാഹുവിനാണ് ഇസ്സത്തുള്ളത്, അള്ളാഹുവിന്റെ റസൂലിനാണ് ഇസ്സത്തുള്ളത്. ആ അള്ളാഹുവിനെയും റസൂലിനെയും പിൻപറ്റിയ മുഅ്മിനീങ്ങളെ, ആ മുഅ്മിനീങ്ങൾക്കാണ് ഇസ്സത്തുള്ളത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും വാദങ്ങൾ കേട്ട് ദീനിനെ കുറ്റം പറയുക, ദീനിന്റെ ചിഹ്നങ്ങളെ അവഹേളിക്കുക, അതിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, ആരെങ്കിലും അത്തരം ഇസ്ലാമിനെ പുച്ഛിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുമ്പോൾ, പ്രചരിപ്പിക്കപ്പെടുമ്പോൾ നമ്മളൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ കാളുകളാവുകയൊക്കെ ചെയ്യുക. അതൊക്കെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണത എന്ന് പറയുന്നത്. നമ്മൾ ബുദ്ധി കൊടുത്ത് ആലോചിച്ച് നമ്മുടെ ഈമാൻ യഖീനാക്കി മുന്നോട്ട് പോവുക, അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.